നമസ്കാരം. വാസ്തുശാസ്ത്രമനുസരിച്ച് ഓരോ വാസ്തുവിനും വീട്ടിൽ ഒരു പ്രത്യേക ദിശയുണ്ട്. മാത്രവുമല്ല, വാസ്തുപ്രകാരം കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് ഗുണകരവും പുരോഗതിക്കും വഴിയൊരുക്കുകയും ചെയ്യുന്നു. വീടിനും വീട്ടിലെ വസ്തുക്കൾക്കും മാത്രമല്ല, വീട്ടിലെ ചെടികൾക്കും മരങ്ങൾക്കും പ്രത്യേക ദിശ വാസ്തുവിൽ പറയുന്നുണ്ട്. അതിനായി തന്നെ ചില ചെടികൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് മംഗളകരമായി കണക്കാക്കപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രധാനമായും ശനിദേവന്റെ ചെടിയാണ് തൊട്ടാവാടി. ഇത് വീട്ടിൽ നടുന്നതിലൂടെ ശനിദേവന്റെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കും. ഈ ചെടി പരമശിവനും ഏറെ പ്രിയപ്പെട്ടതാണ്. തൊട്ടാവാടി ചെടിയുള്ള വീട്ടിൽ ശിവൻ കുടികൊള്ളുന്നുവെന്നും ശനിയുടെ ദോഷമില്ലെന്നും പറയപ്പെടുന്നു. ഈ ചെടി വീട്ടിൽ ശരിയായ ദിശയിൽ നടുന്നത് സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നൽകും. പതിവായി ഈ ചെടി നനയ്ക്കുന്നതിലൂടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനമുണ്ടെങ്കിൽ വീട്ടിൽ ഈ ചെടി നടണം. വാസ്തുശാസ്ത്രത്തിലൂടെ ശനിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നതാണ് യാഥാർത്ഥ്യം. തൊട്ടാവാടി ചെടിക്ക് അനുയോജ്യമായ വാസ്തുസ്ഥലം വീടിന്റെ പടിഞ്ഞാറേ ദിശയിലാണ്. എന്നാൽ നിങ്ങൾ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് അറിയാതെ വീടിന്റെ മറ്റേതെങ്കിലും ദിശയിൽ തൊട്ടാവാടി നടുകയാണെങ്കിൽ ശനിയുടെ ദോഷഫലങ്ങൾ കൂടുതലായിരിക്കും. അത് ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കിടയാക്കും. തൊട്ടാവാടി ചെടി പെട്ടെന്ന് ഉണങ്ങില്ലെന്നും അതിനാൽ അധികം പരിചരണം ആവശ്യമില്ലെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത് അനാവശ്യമായി ഉണങ്ങാൻ തുടങ്ങിയാൽ അത് ചില അനിഷ്ട സംഭവങ്ങളുടെ സൂചനയായിരിക്കാം. പടിഞ്ഞാറ് ദിശയെ കൂടാതെ വീടിന്റെ കിഴക്ക് വടക്ക് കിഴക്ക് ദിശകളിലും തൊട്ടാവാടി ചെടി നടാം. എന്നാൽ തെക്ക് ദിശയിൽ അബദ്ധത്തിൽ പോലും ഈ ചെടി നടരുത്. അങ്ങനെ ചെയ്യുന്നത് നെഗറ്റീവ് എനർജി പകരും. നിങ്ങൾക്ക് വീട്ടിൽ തൊട്ടാവാടി നട്ടുപിടിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീടിന്റെ ശരിയായ ദിശയിൽ നടുക. ഇത് ചെയ്യുന്നത് വീടിന്റെ സന്തോഷവും ഐശ്വര്യവും മാത്രമല്ല, സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുന്നു.